ഹലോ എവരിവൺ. ഏതായാലും നമ്മളൊരു പുതിയ പോഡ്കാസ്റ്റാണ്. പുതിയ പറഞ്ഞാൽ പുതിയ തന്നെയാണ്. നമ്മൾ ഒരുപാട് കാലമായല്ലോ ഒരു പോഡ്കാസ്റ്റൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് സംസാരിച്ചിട്ട്. അപ്പം അതുകൊണ്ടൊരു വരവ് വന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ദ റൈറ്റ് ടൈം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും വരേണ്ടി വരും. ഐ തിങ്ക് ഞാൻ സംഭവം നിങ്ങളോട് ആദ്യം പറയാം. നിങ്ങൾ ഈ കാണുന്ന വ്ളോഗും അല്ലെങ്കിൽ ബാക്കി കാണുന്ന ഷോർട്സും ബാക്കി പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അഭിനയമാണ്. അയ്യോ, ഇവനുടായ്പാണ്, ഇവൻ്റെ അച്ഛനുടായ്പാന്ന് പറയുമല്ലോ, അതുപോലെ അച്ഛനുടായ്പൊന്നുമില്ല കേട്ടോ. ബട്ട് തിങ് ഈസ്, അത് മൊറോർ അഭിനയമാണ്, ഷോർട്ടാണ്, കട്ടാണ്, ഒരു പ്യൂരിറ്റി ഇല്ല. ബട്ട് ഇറ്റ്സ് എ മീഡിയ. ആ ഒരു സംഭവം കൊണ്ട് പോകുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ദിസ് ഈസ് മൈ പ്ലാറ്റ്ഫോം ടു ടോക്ക് വിത്ത് യു ഗൈസ് എന്ന് തോന്നുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ സ്വന്തം പോഡ്കാസ്റ്റ്. സ്പോട്ടിഫൈയിൽ അവൈലബിൾ ആണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കേൾക്കാൻ നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ലൈക്ക് നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലായാലും നിങ്ങൾ കേൾക്കുമല്ലോ, അത് മതി. കേൾക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളാക്കി കേൾക്കുക. നിങ്ങളുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എല്ലാ പോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ദിസ് ഈസ് മൈ ലുത്ഫി ആസ് ഹോസ്റ്റിംഗ് മൈസെൽഫ്. നമ്മുടെ ചാനൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഞാനതൊക്കെ എന്തിനാ പറയുന്നത്? അയ്യോ, ആവശ്യമില്ലാത്ത കാര്യം. നിങ്ങളുടെ സമയം, മെയിനായിട്ട് നിങ്ങളുടെ സമയം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വി ക്യാൻ സ്റ്റാർട്ട്. ഐ തിങ്ക് ടുഡേ വി ആർ ടോക്കിംഗ് ടു, ഇംഗ്ലീഷിലൊന്നും മര്യാദ പറയുന്നില്ലെങ്കിലും നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചാപ്റ്ററിൻ്റെ പേരൊന്നും ആയിട്ടില്ല. നമ്മൾ ചാപ്റ്റർ ബേസ് ആണ് സാധാരണ ചെയ്യാറ്. അപ്പാർട്ട് ഫ്രം ദ ചാപ്റ്റർ, ലൈക്ക് വി ആർ ഡൂയിങ് ഹെയ്റ്റും അതുപോലെ ലോസ്റ്റും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടതും എല്ലാമായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായം വേണ്ട ഈ കഥ ഫില്ല് ചെയ്യാൻ. നിങ്ങൾ ചാറ്റ് ബോക്സിലോ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞിട്ട് PM എന്നോടോ ആയിട്ട് പറയാം. നമ്മളിതൊരു പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ലാർജർ ബേസിസിൽ ആൾക്കാർ കേൾക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഒരു 10 to 20 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് കേട്ടാൽ തന്നെ ഹയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ അത്ര ഭയങ്കര ബിലൗഡ് പേഴ്സൺ ഒന്നല്ല. ഭയങ്കര ആൾക്കാരെ ഹേറ്റിംഗ് ലിസ്റ്റിലുള്ള ഒരാളാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഹേറ്റ് ആക്കണം എന്നുകൊണ്ടൊന്നല്ല. മേ ബി സിനാരിയോസ് കാര്യങ്ങളോ കൊണ്ടൊക്കെയാണ്. അവർക്കൊക്കെ ഹേറ്റിംഗ് ലിസ്റ്റ് നിന്ന് മാറി ഞാൻ ഗുഡ് വൺ ആയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഐ തിങ്ക് വൺസ് ദേ ഹേറ്റ് മീ, അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഹേറ്റ് ചെയ്യേണ്ടി വരും. ഹേറ്റ് ചെയ്യാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ടോ നിങ്ങളെത്രത്തോളം ആൾക്കാരെ ഹേറ്റ് ചെയ്യാറുണ്ടെന്നില്ലേ. ഫസ്റ്റ് ഇംപ്രഷൻ പോലെ തന്നെയാണല്ലോ, ലൈക്ക് ദേ ആർ ബ്രേക്കിംഗ് ദ ട്രസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നതിൽ വലിയൊരു കാര്യമില്ല. ലൈക്ക് വൺസ് ഇപ്പോൾ അവർ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു സിമ്പിളോ സൈനോ കാര്യം തരുന്നില്ല, ഇറ്റ്സ് ബെസ്റ്റ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് ഓർ സംതിങ് ഓർ എനിത്തിങ്. പക്ഷെ നമ്മൾ പിന്നീട് പോയി തൂങ്ങി നിൽക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഹേറ്റിംഗ് ലിസ്റ്റിലൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഒരു കഥ സോൾവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് നിങ്ങളുടെ സഹായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തന്നെ പറ, നിങ്ങളൊരു ഹേറ്റ് ചെയ്തൊരു പേഴ്സൺ, നിങ്ങളൊരു ഭയങ്കര വെറുക്കുന്ന ഒരാൾ, നിങ്ങളെ വല്ലപ്പോൾ വെറുപ്പിച്ച ഒരാളായിരിക്കും. അയാളെ നിങ്ങളെങ്ങനെയാണ് ഗുഡ് ലിസ്റ്റിലോട്ട് എത്തിക്കുന്നത്? അത് ഓരോരുത്തർക്കൊരു കഥയും കാര്യം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് നിങ്ങളൊരു കോമൺ ഒപ്പീനിയൻ പറയേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ആ ഒരു സിനാരിയോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പഴയ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഞാൻ തന്നെ കേൾക്കാറുള്ളത് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈ ലെഷർ ടൈമിലാണ് കേൾക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ നീഡ് ടു ഇമ്പ്രൂവ് മോർ സെൽഫ് എന്നൊരു ചിന്ത കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെയല്ല, ഭയങ്കര ഉടായ്പായിട്ടുണ്ട്, ഭയങ്കര അശ്രദ്ധയായിട്ടുണ്ട്. അശ്രദ്ധ ഇസ് ദ മെയിൻ തിങ്. 2025 മാറ്റണം എന്നിട്ടായിരിക്കുന്ന ഒരു കാര്യത്തിൽ. കാരണം ഈ അശ്രദ്ധ ഒരു കാര്യം കൊണ്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്, ശാരീരിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു കയ്യിലൊരു സാധനം കിട്ടി, അത് നമ്മൾ മര്യാദയ്ക്കത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഒരുപാട് കാര്യം ഇങ്ങനെ മറന്നു പോയിട്ട് ഒന്നും വള്ളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി നീഡ് ടു ഡു സംതിങ്. അപ്പോൾ അതിനെന്തായാലും നിങ്ങൾ പറയണം, ഒരു 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 അശ്രദ്ധ ആ കുന്തണം തന്നെയാണ്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ വേണം ഇസ്ലാമിക് റീജിയനിൽ വെച്ച് നോക്കുമ്പോൾ റമദാൻ ഈസ് കമ്മിങ്. അതുകൊണ്ട് തന്നെ വി ആർ മോർ ടു മേക്ക് അപ്പ് വിത്ത് ദാറ്റ്. വിചാരിക്കുന്ന ആ സമയത്തിനുള്ളിൽ നമ്മളതൊക്കെ ശരിയാക്കും. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് അപ്പോൺ റമദാൻ ഓർ ന്യൂ ഇയർ ഓർ സംതിങ്. നമുക്കൊരു നന്നാവുന്ന ഡിസിഷൻ തോന്നുകയാണ്, ഈ മിനിറ്റ് നന്നാവുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും വി നീഡ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഐ വാസ് തിങ്കിങ് ഫോർ ദാറ്റ്.
അതുകൊണ്ട് തന്നെ ബാക്കി സോഷ്യൽ മീഡിയ കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവ് ലെസ് ആയിരിക്കണം എന്ന് തോന്നുന്നു. കാരണം എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ലുത്ഫി ഓർ ലൂത്തർ സാധനത്തിനെ പുറത്തോട്ട് ഇറക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ജേർണി കാര്യങ്ങളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വ്ളോഗ് കാര്യങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു, പോഡ്കാസ്റ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, എന്നിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നൊരു വെന്യൂ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഇതൊരു യൂഷ്വൽ പോഡ്കാസ്റ്റ് പോലെയല്ല, ഒരു സ്ട്രക്ചേർഡൊന്നും ഇല്ല, എനിക്കറിയാം. ബട്ട് പുതിയൊരു ഓഡിയൻസ് വന്നവരുകൊണ്ട് തന്നെ അതൊരു കേൾക്കട്ടെ, അതറിയട്ടെ. അതുകൊണ്ടും കൂടി ഐ വാസ് ടോക്കിംഗ് ടു ദിസ്. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. റാഗിങ്ങിൻ്റെ ഇഷ്യൂ, ഗ്രീഷ്മയുടെ അത് അങ്ങനെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് നടക്കുന്നുണ്ട്. ഐ തിങ്ക് മേ ബി ഐ വിൽ ടോക്കിംഗ് ടു ദാറ്റ് ടോപ്പിക് ആഫ്റ്റർ സം ടൈം. കാരണം അത് നമുക്ക് ഇപ്പോൾ ഒറ്റടിക്ക് എല്ലാം ചാടി പറഞ്ഞെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഐ വിൽ ടോക്കിംഗ് ദം ആൾസോ. പക്ഷെ അങ്ങനെ ടോക്ക് സെക്ഷനെ വെക്കണമെന്ന്, അല്ലാതെ ഈ ചുമ്മാ ഈ വ്ളോഗും എൻജോയ്മെൻറ്റും അല്ല ലൈഫ്. ഇറ്റ്സ് ദ പോയിൻറ്റ്. ഒരിക്കലും അത് കണ്ടിട്ട് ഞാൻ എപ്പോഴും ഹാപ്പിയറാണ്, 26 മണിക്കൂർ ഹാപ്പിയറാണ്. അതായത് മാസ്റ്റർ ഒരിക്കൽ ഇറക്കുന്ന വ്ളോഗറാണ്. അത്യാവശ്യം നല്ല ഷെഡ്യൂളാണ്, ടൈറ്റ് ഷെഡ്യൂൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെഡ്യൂളാണ് മൊത്തം ടൈറ്റായിട്ട് കിടക്കുന്നത്. പക്ഷെ ഞാൻ അത്ര ടൈറ്റായിട്ടല്ല കിടക്കുന്നത്, ഭയങ്കര ലേസി ആൻഡ് ലൂസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഐ ഫോക്കസ് ഓൺ ദാറ്റ്. ഇപ്പം ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഞാൻ എന്നോടും കൂടി സംസാരിക്കാനുള്ളത്, ഇടാ മണ്ട ഇതൊക്കെ ഒന്ന് കേൾക്ക്, ഇത് നിന്നോടാണ് പറയാണ് എന്ന് പറയാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ അവരും അടിപൊളിയാവട്ടെ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് വൈൻഡപ്പിങ് ദിസ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അടിപൊളി ആൾക്കാരാണ്, ഞാനൊക്കെ ഉള്ളു, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു. ആരെങ്കിലൊക്കെ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, സംസാരിക്കുക. എന്നായിട്ട് ആരെങ്കിലും വെറുക്കുന്നവർ, ഞാൻ അവർ വെറുക്കുന്നൊന്ന് അവർ കരുതുന്നവരുണ്ടെങ്കിലും ഞാൻ അങ്ങനെ യൂഷ്വലി അതൊന്നും വിചാരിച്ചിട്ടല്ല. നോട്ട് നീഡ് ടു ഹേറ്റസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ആവണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ആക്കാതിരിക്കുക, എന്നെ ആണെങ്കിലും ആരെയാണെങ്കിലും. എല്ലാവരെയും ഒരു തരി വരെ ഇഷ്ടപ്പെടുക, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണ്ട, ബട്ട് വെറുക്കുന്ന പോലെ കാണിക്കണ്ട. നിങ്ങൾക്ക് വെറുപ്പാണെങ്കിലും അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കുക. ഐ വാസ് വൈൻഡപ്പിങ് ദിസ്. ഇനി നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു ലോട്ട് ഓഫ് സീരീസ് ഓഫ് വ്ളോഗ്സ് വരാൻ പ്ലാനിങ് ടു ഡു ദാറ്റ്. എന്നാലും അത്രയൊന്നും ഉണ്ടാകത്തില്ല, മന്ത്ലി ഒരു 1 or 2 നോക്കിയാൽ മതി. നിങ്ങൾ സപ്പോർട്ട് തന്നതിൽ നന്ദി. കേട്ട് നിന്ന് ലാസ്റ്റിൻ്റെ നിന്നവർക്ക് ഒരു കൂപ്പൺ കോഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്ക് ഞാനും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹേറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാമല്ലോ. അപ്പോൾ അതുള്ളൂ. അപ്പം അടുത്തൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് വരുന്നതിലേക്കും ബൈ.